വാശിയേറിയ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ശ്രീകുട്ടൻ എല്ലാരും ഗ്രൂപ്പിലാണ്. തീവാർന്ന ബോളിംഗുമായി ബോളിംഗിന്റെ ശ്രീകുട്ടൻ ഈ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സ് ആദ്യ ബോളുമായി സ്പാർക്കിലെ ശ്രീകുട്ടൻ. Fearless fighters want to toss and elected to bat first. Bowl first. Sorry. First ball. ഫസ്റ്റ് നല്ലൊരു ബോളറിന് മാറുകയാണ് ശ്രീകുട്ടൻ. നല്ലൊരു പന്ത് ഓവറിലേക്ക് മാറുന്നു. Striking in 7. Third ball. വിക്കറ്റിലേക്ക് കളിച്ചു. ശ്രീകുട്ടൻ തന്റെ ആദ്യ വിക്കറ്റ് നേടുന്നു. സ്പാർക്കിൽ നിന്ന് ഒരു വിക്കറ്റ്, ഷെബിന്റെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ സ്പാർക്കിന്റെ ശ്രീകുട്ടൻ. നല്ലൊരു ഓവറായി ശ്രീകുട്ടൻ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന പന്ത് നെക്സ്റ്റ് ബാറ്റ്സ്മാൻ സദ്ദാം. നല്ലൊരു ഷോട്ടായിരുന്നു. ശ്രീകുട്ടൻ തന്റെ രണ്ടാം വിക്കറ്റ് നേടുന്ന ശ്രീകുട്ടൻ. സ്പാർക്കിന്റെ നല്ലൊരു തുടക്കമാണ് നമുക്കിവിടെ കണ്ടുപോകാൻ കഴിയുന്നത്. മിന്നും പ്രകടനം കാഴ്ചവെച്ച ശ്രീകുട്ടൻ. ഇടം വലം ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ബാറ്റ്സ്മാൻമാർ മുടങ്ങുമ്പോൾ നല്ലൊരു ബോള് വൈഡിലേക്ക് കലാശിക്കുന്നു. ഒരു റണ്ണ് കൂടി കൊണ്ട് ചേർത്തുകൊണ്ട് സിംഗിളായി കലാശിക്കുന്നു. മനോഹരമായ ബോളറി മാറുന്ന ശ്രീകുട്ടൻ. മാറിക്കൊണ്ട് ശ്രീകുട്ടൻ ഫിയർലെസ് ഫൈറ്റേഴ്സിന്റെ First over gone 3 runs. 3 runs for 2 wickets. ഒരു ഓവർ അവസാനിക്കുമ്പോൾ 3 റൺസ് മാത്രം. സ്പാർക്ക് നല്ലൊരു ബോളായിരുന്നു എങ്കിൽ കൂടി ബാറ്റ്സ്മാൻ അത് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. സദാ നല്ലൊരു ബോൾ എറിഞ്ഞു മാറിക്കൊണ്ട് അജിത് കുമാർ. വീണ്ടും നല്ലൊരു ബോളായിരുന്നു എങ്കിൽ കൂടി ബാറ്റ്സ്മാനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അജിത് ഒരു സിംഗിളായി കലാശിക്കുമ്പോൾ 1 റൺസ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സ്പാർക്ക്. ബോളിംഗ് എൻഡിൽ അജിത് കുമാർ. അദ്ദേഹം തന്റെ പന്തുകൾ നല്ല രീതിയിൽ എറിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കാണ് സ്പാർക്കിന്റെ ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവിടെ വിക്കറ്റ് നഷ്ടമാകുന്നു സ്പാർക്കിന്. വീണ്ടും കൂടി സുജിത് കട്ട. അജിത് കുമാർ തന്റെ അടുത്ത ബോളിൽ വിക്കറ്റ് കാഴ്ചവെക്കുന്നു. ബാറ്റർമാർക്ക് നല്ലൊരു ബോള്. അമ്പയർമാർ
അമ്പയറുടെ പൊസിഷൻ എന്താണെന്ന് അറിയിച്ചുള്ളതാണ്. വീണ്ടും അജിത് കുമാർ തന്റെ അടുത്ത പന്തിൽ വിക്കറ്റ് നേടിക്കൊടുക്കുന്നു. മുന്നേറുന്നു. സ്കോർ താഴ്ന്നു നിൽക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇവിടെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചാൽ മാത്രമേ സ്പാർക്കിന് എന്തെങ്കിലും വീണ്ടും നല്ലൊരു ബോൾ എറിഞ്ഞുകൊണ്ട് അജിത് കുമാർ തന്റെ ഓവർ ഭംഗിയായി നിർവഹിക്കുന്നു. അതെ, രണ്ടോവർ അവസാനിക്കുമ്പോൾ 4 റണ്ണിന് 4 വിക്കറ്റ്. നല്ലൊരു ബോൾ എറിഞ്ഞെങ്കിൽ കൂടെ വൈറൽ കലാശിക്കുന്നു. അതെ, നല്ലൊരു ബോളായിരുന്നു അദ്ദേഹം തന്റെ. അതെ, വീണ്ടും അടിപുറം ബോളുമായി സുജിത് കുടട്ട. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടിപുറം ബോളാണ് സുജിത്. വീണ്ടും ഒരു ബോൾ വൈഡിൽ കലാശിക്കുന്നു. സ്പാർക്കിന് 1 റൺസ് കൂടി. നല്ലൊരു ബോളാണ്. സിംഗിൾ കലാശിക്കുമ്പോൾ 1 റൺസ് കൂടി കൊടുത്തു സ്പാർക്ക്. 1 റൺസ് കൂടി കൊടുക്കാൻ സാധിക്കുന്നു സ്പാർക്കിന്. വീണ്ടും നല്ലൊരു ബോൾ എറിഞ്ഞു മാറുകയാണ് തന്റെ ഓവർ നല്ല രീതിയിൽ എറിഞ്ഞു മാറുന്നു. ബാറ്റ്സ്മാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നു. അതെ, വീണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതെ സ്പാർക്കിന്റെ ബാറ്റ്സ്മാൻമാർ വീണ്ടും കറങ്ങുകയാണ്. നമുക്കിവിടെ കാണാം, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വീണ്ടും ഒരു വൈഡായി മാറുന്ന ബോൾ ഈ എക്സ്ട്രാസിലൂടെയാണ്. വീണ്ടും നല്ലൊരു ബോൾ എറിഞ്ഞു മാറുന്ന സുജിത്. ഓവർ 3 ഓവർ കലാശിക്കുമ്പോൾ 9 റണ്ണ് 4 വിക്കറ്റ്. ആദ്യ സിക്സർ നേടുന്നു ഇവിടെ അമൽ തന്റെ ബാറ്റിൽ നിന്നും. ഇനിയും തുടരെ സിക്സറുകൾ വന്നാൽ മാത്രമേ സ്പാർക്കിന് കളിയിൽ മുന്നേറാൻ സാധിക്കൂ. അമൽ തന്റെ ആദ്യ സിക്സർ ഈ ടൂർണമെന്റിലെ ഫസ്റ്റ് 6 അമൽ. വൈഡിലേക്ക് കലാശിക്കുന്നു. ആദ്യ ബോൾ സിക്സർ നേടി. വീണ്ടും നല്ലൊരു ബോൾ എറിഞ്ഞു മാറുന്നു. വീണ്ടും ഒരു സ്ലോവറിലൂടെ തന്നെ വീണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതെ അമൽ നിന്ന് കറങ്ങുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ സ്പാർക്കിന്റെ ബാറ്റ്സ്മാൻ രാഹുൽ ബാറ്റിംഗിന് വിട്ടുകഴിഞ്ഞാൽ എന്ത് കളിയാണ് കാണിക്കുന്നത്. കൊടുക്കുമെന്ന് അങ്ങ് ദൂരെ കണക്കിലേക്ക് കണ്ടിരിക്കുന്ന രാഹുൽ. അതോ തന്റെ ബാറ്റിൽ നിന്ന് സിക്സർ നേടിക്കൊണ്ട് രാഹുൽ. അതെ, അദ്ദേഹം ഇച്ചിരി മുമ്പിൽ എത്തിയിരുന്നെങ്കിൽ ഇവിടെ സ്കോറിന് പല മാറ്റങ്ങളും സംഭവിച്ചേനെ. രാഹുൽ തന്റെ ആദ്യ സിക്സർ 22 റൺസ് മാത്രം നേടാൻ സാധിക്കുന്നുള്ളൂ സ്പാർക്കിന്. ബാക്കിയുള്ള 5 പന്തുകളിൽ രാഹുലിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കാണാം. അടിക്കുന്ന രാഹുൽ. വീണ്ടും ഒരു സിക്സർ. ഇദ്ദേഹത്തിന് നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും സ്കോർ കണ്ടെത്താൻ കഴിയുമായിരുന്നു സ്പാർക്കിന്. അദ്ദേഹം 2 ബോളിൽ 2 സിക്സർ നേടിക്കൊണ്ട് തന്നെ കളി മുന്നോട്ട് കൊണ്ടുവരാൻ രാഹുൽ.
അത്ര നല്ല ക്വാളിറ്റി ബാറ്റ്സ്മാനാണ് രാഹുൽ. രാഹുലിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക്. വിക്കറ്റ് നഷ്ടമാകുന്നു രാഹുലിന്റെ. ബോളിംഗിന്റെ നിസാർ തന്റെ ആദ്യ വിക്കറ്റ് നേടുമ്പോൾ രാഹുൽ മടങ്ങുന്ന നല്ലൊരു ബാറ്റിംഗ് കാഴ്ച വെച്ച രാഹുൽ 2 സിക്സർ നേടിയാണ് അദ്ദേഹം മടങ്ങുന്നത്. നല്ലൊരു സിക്സർ നേടുന്ന തന്റെ ബാറ്റിൽ നിന്നും. അതെ നടക്കുന്നു. റൺസ് 3 ഓവറുകളിൽ 1 റൺസ് നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ബാക്കിയുള്ള 2 റണ്ണുകൾ. മലയാളത്തില് കുരിശിന്റെ അവിടെ വന്നപ്പോ ഞാൻ കുരിശായി പോയി, കൺഫ്യൂഷൻ ആയി പോയി. അവിടെ ഒരു ബോർഡ് വല്ല DPL എന്ന് പറഞ്ഞ ആരോ മാർക്ക് കൊടുക്ക്. ബോളിംഗിന്റെ ബൈക്ക് ഓടിച്ച് വരുമ്പോ മാപ്പും കോപ്പും നോക്കാക്കത്തില്ല. തന്റെ ആദ്യ ബോൾ തന്നെ എല്ലാ പേസിലും രാഹുൽ. സുജിത്തിനെ മടക്കി അയക്കുന്നു രാഹുൽ. അദ്ദേഹത്തിന് അറിയാം എവിടെ പന്തെറിയണം, എവിടെ ഒരു ബാറ്റ്സ്മാനെ കളിപ്പിക്കണമെന്ന്. കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം സുജിത്തിനെ നേടാൻ. വീണ്ടും നല്ലൊരു ബോൾ മാറുകയാണ് രാഹുൽ. ഇവിടെ തന്റെ 3ാം പന്തിലും ഒരു ഡോട്ടായി മാറുന്നു രാഹുൽ സെബാസ്റ്റ്യൻ. അതേമാതിരി നീ പിന്നെ വീർത്തതാ. സെബാസ്റ്റ്യൻ രാഹുലിനെ പിടിച്ച് താഴെക്കൊണ്ടതിലേക്ക് പോകുന്നു. നല്ല കിട്ടുന്ന ഷോട്ടുമായി സെബാസ്റ്റ്യൻ തന്റെ ആദ്യ സിക്സർ നേടുമ്പോൾ ഇനി സ്പാർക്കിന്റെ ബോളർമാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കളി വരാം. വീണ്ടും ഒരു വൈഡ് രാഹുൽ. ഇറക്കി വീണ്ടും നല്ലൊരു ബോൾ എറിഞ്ഞു മാറിക്കൊണ്ട് രാഹുൽ. അതെ, ആദ്യ ഓവർ അവശേഷിക്കുമ്പോൾ 7 റൺസ്, 1 വിക്കറ്റ് നഷ്ടത്തിൽ. അബി ബോളർ പനിയാണ് ഗൈസ്. ഒരു സിംഗിൾ നേടുന്നു. നല്ലൊരു ബോളാണ് അദ്ദേഹം പറഞ്ഞത്. സദ്ദാർ ബാറ്റിംഗിൽ കഴിയും. ഡിഫൻസിലെ ക്യാപ്റ്റന്മാർ എത്രയും വേഗം എത്തിച്ചേർന്നുവെന്ന് അറിയിച്ചുകൊള്ളുന്ന പേഴ്സണായി.
നേടുന്നു. വിക്കറ്റ് നഷ്ടമാകുന്നു. സദ്ദാം സെബാസ്റ്റ്യനെ നേടുന്നു. സദ്ദാം തന്റെ ബോളിൽ നല്ലൊരു ബോൾ. സദ്ദാം വൈഡൽ കലാശിക്കുന്നു. അത്യുഗ്രൻ ഒരു ബോളുമായി സദ്ദാം തന്റെ ബാറ്റിംഗ്. നല്ലൊരു ബോൾ. ഇത് ബേസിന്റെ ക്യാപ്റ്റൻ എത്രയും വേഗം എത്തിച്ചേർന്നതാണ് ടോസ് നേടാനായി. 2 ഓവർ അവശേഷിക്കുമ്പോൾ 9 റൺസ് മാത്രം നേടാൻ. സിക്സർ പായിച്ചുകൊണ്ട് അബി ആ ബോൾ എവിടെ പോയെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ദൂരത്തേക്ക് അദ്ദേഹം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പന്തിനെ. അബി നേടുന്നു ആ സിക്സർ. ആദ്യ ബോളിൽ തന്നെ സിക്സർ നേടിയെങ്കിൽ പോലും അദ്ദേഹം 2ാം ബോൾ നല്ല മനോഹരമായാണ് എറിയുന്നത്. അബ്ദുൾ അബി അദ്ദേഹത്തിന്റെ ഷോട്ട് കണ്ടാൽ തന്നെ അറിയാം അത്ര മനോഹരം. വീണ്ടും നേടുന്നു അദ്ദേഹം ആ സിക്സർ. അബ്ദുനെ തുടരെ 2 സിക്സർ പായിച്ചുകൊണ്ട് കളിയിലേക്ക് ഫിയർലെസ് ഫൈറ്റേഴ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നു. വിക്കറ്റ് നേടുന്നു അബ്ദു. മടക്കി അയക്കുന്നു അബിയെ. അത്ര മനോഹരമായ ഒരു പന്തിൽ അബിയെ മടക്കി അയക്കുന്നു അബ്ദു. സ്കോർ പറയടാ. 14 പന്തുകളിൽ നിന്ന് ഇനി 17 റൺസുകൾ അടിച്ചാലേ ഫിയർലെസ് ഫൈറ്റേഴ്സിന് വിജയ ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കും. ബ്യൂട്ടിഫുൾ 6 ഫോർ ശ്രീകുമാർ തന്റെ ബാറ്റിൽ നിന്നും ജയിക്കാൻ 11 റൺസ്. ബോളിംഗിൽ ആനന്ദ്, ബാറ്റിംഗിൽ രാംദേവ്. സ്പീഡാക്കണം. കളി എത്ര വിക്കറ്റ് നേടുന്നു ആനന്ദ്. ആനന്ദന്റെ ആദ്യ വിക്കറ്റ് നേടുന്ന രാംദേവിനെ മടക്കി അയക്കുന്നു ആനന്ദ്. ഇനി ശ്രീകുട്ടന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ ഫിയർലെസ് ഫൈറ്റേഴ്സിന് കളി വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് സാധിക്കും. നല്ലൊരു ഗോളായി മാറിക്കുന്നു. ആനന്ദ് തന്നെ നല്ല സൂപ്പറായി പണ്ടുകൾ നമ്മൾ കണ്ടുകൊണ്ട് കാണുക. കിടിലായ സിക്സർ പായിച്ചുകൊണ്ട് ശ്രീകുട്ടൻ തന്റെ വരവ് കയറ്റി വിടുന്നു. ശ്രീകുട്ടൻ ആനന്ദ് നേടുന്നു. ശ്രീകുട്ടൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രീകുട്ടൻ അത്യുഗ്രനൊരു ബാറ്റ്സ്മാനാണ്. ശ്രീകുട്ടൻ നേടാൻ കഴിഞ്ഞാൽ മാത്രമേ ഇനി വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ. നേടുന്നു സിക്സർ.
നല്ലൊരു ബോളായിരുന്നു എങ്കിൽ ഒന്നും സിക്സർ നേടാൻ സാധിക്കുന്നില്ല. ബാറ്റ്സ്മാൻമാർക്ക് ജാഫലിന് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് തന്നെ അറിയാവുന്ന ഗീതുവിനെ വിളിച്ചോടാ. ഗീതു എന്തിനാ വിക്കറ്റ് നഷ്ടമാകുന്നു. ഫിയർലെസ് ഫൈറ്റേഴ്സിന്റെ ജാഫലിനെ നഷ്ടമാകുന്നു. ആനന്ദ് മടക്കി അയക്കുന്ന ജാഫലിനെ. ഇനിയും വേണ്ടത് 6 പന്തുകളിൽ 3 റൺസ്. ക്യാപ്റ്റൻ എത്രയും വേഗം എത്തിച്ചേർന്നതാണ് കേസിനായി. എത്ര 6 ബോൾ 3. വൈഡ്. ആ ബോൾ വൈഡിലെ കലാശിക്കുമ്പോൾ 6 പന്തുകളിൽ 2 റൺസ് മാത്രം വിജയ ലക്ഷ്യം. ശ്രീകുട്ടൻ ടു അജയ്. സിംഗിൾ കലാശിക്കുന്നു. 4 ബോളിൽ 1 റൺസ്. ഇനി വേണ്ടത് 4 പന്തുകളിൽ 1 റൺസ്. എടുത്തില്ലയോ? ബോൾ എടുക്കണം. 3 ബോളിൽ 1 റൺസ്. ഞാൻ ഓടി വന്നാ പറയാം, ഞാൻ ഓടി പോകത്തില്ലയോ? രണ്ട് ബോളെ 1. Fearless Fighters won the match.